എന്ന രാജ്യം ഇന്ന് വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. സത്യത്തിൽ എന്താണ് സിറിയയിൽ സംഭവിക്കുന്നത്? വർഷങ്ങളായി ആഭ്യന്തര കലാപത്തിന്റെ പിടിയിൽ അമർന്നിരുന്ന സിറിയയിൽ വിമതരും സൈന്യവും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാണെന്ന വാർത്തകൾ വരുന്നുണ്ട്. കൂടാതെ സംഘർഷത്തിൽ മരണം എത്രയോ കടന്നുവെന്ന വാർത്തകളും വരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ കലുഷിതമാകുന്ന ഈ കലാപത്തിന് പിന്നിലെ സത്യം? എന്തുകൊണ്ടാണ് ഇങ്ങനെ രക്തരൂക്ഷിതമായി കലാപങ്ങൾ നടക്കുവാനുള്ള കാരണം? അതുപോലെ തന്നെ റഷ്യ എന്തിനാണ് സിറിയയെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത്? അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിറിയയിലെ സാഹചര്യത്തെക്കുറിച്ചാണ്. സിറിയയിലെ ആഭ്യന്തര യുദ്ധം അസ്തമിച്ചു കഴിഞ്ഞു. എന്നാൽ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധികളിലൊന്ന് ആരംഭിച്ച് 13 വർഷങ്ങൾക്ക് ശേഷം അക്രമത്തിന്റെ ഒരു പുതിയ കുതിച്ചുചാട്ടം ലോകത്തിന്റെ തലക്കെട്ടുകളിൽ നിന്ന് മാഞ്ഞുപോയ ഒരു സംഘടനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. സിറിയയുടെ ഒരു കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച വാണിജ്യ കേന്ദ്രമായ അലപ്പോയിൽ സിറിയൻ വിമതസേന ഒരു വലിയ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് വർഷങ്ങളായി പ്രസിഡന്റ് ബഷാർ അൽ അസാദിന്റെ ഭരണത്തിനെതിരായ ആദ്യത്തെ വെല്ലുവിളിയെ അടയാളപ്പെടുത്തി. ഇതിനോടകം തന്നെ അസ്ഥിരമായ മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഇതിലൂടെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുമുണ്ട്. എന്തായാലും സംഭവം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദ് സർക്കാരിനെതിരെ ടർക്കിഷ് സായുധ സംഘടനയായ ഹയാത്ത് തഹ്രീൻ അൽ ഷാമിന്റെ നേതൃത്വത്തിലാണ് സായുധ കലാപം നിലവിൽ നടക്കുന്നത്. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഇദ്ബിലിൽ ഒരുപാട് ദിവസമായി സൈന്യവും സായുധ സംഘവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം നിരവധി വിമതർ അലപ്പോ നഗരം പിടിച്ചടക്കിയിട്ടുമുണ്ട്. ഇതാദ്യമായിട്ടാണ് വിമതർ അലപ്പോ നഗരത്തിലേക്ക് എത്തുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭീകരമുഖത്തിനെതിരെ ലോകം ഒന്നിക്കേണ്ട സാഹചര്യം വീണ്ടും എത്തിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നത് എന്നാണ് വിമർശകർ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക സൈന്യത്തിൽ നിന്നും കാര്യമായ എതിർപ്പൊന്നും കൂടാതെയാണ് അവർ സിറിയയിലെ ഏറ്റവും വലിയ നഗരം പിടിച്ചെടുത്തതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. നഗരത്തിലെ പഴയ കോട്ടയ്ക്ക് മുന്നിൽ ഇപ്പോൾ ആയുധങ്ങളും സൈനിക വാഹനങ്ങളുമായി വിമതർ കാവൽ നിൽക്കുകയാണ്. അതേസമയം ഈ ആക്രമണത്തെ ചെറുക്കുവാനും സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുവാനുമായി ഒരു പ്രത്യാക്രമണത്തിന് ഒരുങ്ങുകയാണെന്ന് സിറിയയുടെ ഔദ്യോഗിക സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചിട്ടുമുണ്ട്. ഭീകരരുടെ പിന്തുണയുള്ള വിമതർ വിമാനത്താവളവും തൊട്ടടുത്ത ചില പട്ടണങ്ങളും പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സിറിയയുടെ സഖ്യകക്ഷിയായ റഷ്യ 2016 ശേഷം ആദ്യമായി അലപ്പോയിൽ വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ വരുന്നു. തുർക്കിയുടെ പിന്തുണയുള്ള വിമതർക്കും തീവ്രവാദികൾക്കും എതിരെയായിട്ടായിരുന്നു ഈ ആക്രമണം നടന്നത്. അയൽരാജ്യമായ ലെബനനിൽ വെടിനിർത്തൽ കരാർ വഴി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമ്പോഴാണ് സിറിയ ഇവിടെ അരാജകത്വത്തിലേക്ക് നീങ്ങുന്നത്, അല്ലെങ്കിൽ തള്ളിവിടുന്നത്. വിമതർ സായുധരായി ഡമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നഗരാതിർത്തിയിൽ ചിലയിടങ്ങളിൽ വെടിയൊച്ച കേട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നു. അതിനിടയിൽ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദിനെതിരെ അട്ടിമറി ശ്രമം നടന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു. അലപ്പോ നഗരം പിടിച്ചെടുക്കുന്ന വേളയിൽ വിമതർക്കും ഭീകരർക്കും കാര്യമായ എതിർപ്പൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്നത് സംശയമുണർത്തുന്നത് സിറിയൻ സൈന്യത്തിന്റെ കഴിവിലേക്കാണ്. ഭീകരരെ നേരിടാൻ അവർ എത്രമാത്രം സജ്ജരാണെന്ന് സംശയത്തിലാക്കിയിരിക്കുകയാണ്. വിമതരുടെ ശക്തി കേന്ദ്രമായ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് നിന്നാണ് ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. വർഷങ്ങളുടെ തയ്യാറെടുപ്പുകളാണ് ഇതിനായി അവർ നടത്തിയിരിക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അലപ്പോയിൽ വിമതർ ആഞ്ഞടിച്ചതിനെ തുടർന്ന് സിറിയയിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ സൈന്യത്തിന്റെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ സെർജി കസേലിനെ തൽസ്ഥാനത്തു നിന്നും മാറ്റിയിട്ടുണ്ട്. ആക്രമണത്തിൽ 327 പേരോളം മരണമടഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ 44 സിവിലിയന്മാരും ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് സിറിയയുടെ മനുഷ്യാവകാശ നിരീക്ഷകർ പറയുന്നു. നഗരത്തിന്റെ നിയന്ത്രണം ഭീകരബന്ധമുള്ള ഹയാത്ത് താഹിർ അൽ ഷാം അഥവാ HTS ഏറ്റെടുത്തിരിക്കുകയാണ്. വലിയ എതിർപ്പുകളൊന്നും കൂടാതെ തന്നെ അവർ സർക്കാർ കെട്ടിടങ്ങളുടെയും ജയിലുകളുടെയും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. സർക്കാർ സൈന്യം പിൻവാങ്ങിയതോടെ അവർ അലപ്പോ വിമാനത്താവളത്തിന്റെയും സമീപത്തെ തന്ത്രപ്രധാനമായ ഏതാനും പട്ടണങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തതായും UK ആസ്ഥാനമായ യുദ്ധ നിരീക്ഷകർ പറയുന്നുണ്ട്. ഇവിടെയും വിമതർക്ക് കാര്യമായ പ്രതിരോധമൊന്നും നേരിടേണ്ടതായി വന്നിട്ടില്ല. അതേസമയം പുതിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ബാഷർ അൽ അസാദ് റഷ്യയിലേക്ക് കടന്നതായും ചില റിപ്പോർട്ടുകളുണ്ട്. അലപ്പോ കീഴടക്കിയ ഭീകര പിന്തുണയുള്ള വിമതർ ബാഷർ അൽ അസദിന്റെ സഹോദരന്റെ പ്രതിമ തകർക്കുന്ന ദൃശ്യവും പുറത്തു വന്നിരുന്നു. അലപ്പോ കോട്ടയ്ക്ക് പുറത്തും നഗരഹൃദയത്തിലുള്ള പോലീസ് ആസ്ഥാനത്തിന് മുൻപിലും വിമതർ കാവൽ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ബാഷർ അൽ അസദിന്റെ ചിത്രങ്ങളുള്ള പോസ്റ്ററുകളെല്ലാം തന്നെ അവർ നശിപ്പിക്കുകയാണ് ചെയ്തത്. 2016 റഷ്യൻ സഹായത്തോടെ വിമതരെ നഗരത്തിന് വെളിയിലാക്കിയത്. റഷ്യയുടെയും ഇറാന്റെയും സഹായത്തോടെ അന്ന് വിമതരെ ഏറെക്കുറെ ഒതുക്കാനും അസദിന് കഴിഞ്ഞിരുന്നു. അന്ന് സർക്കാരും വിമതരും
തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിൽ ഒരു സുപ്രധാന കേന്ദ്രമായിരുന്നു ഈ അലപ്പോ നഗരം എന്ന് പറയുന്നത്. എന്തായാലും നിലവിലും സിറിയയ്ക്ക് പരസ്യ പിന്തുണയായി ഇറാനും റഷ്യയും ഒരുപോലെ എത്തിയിരിക്കുന്നുമുണ്ട്. അവർ വിമതരെ തുരത്താനായി സിറിയയ്ക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഇവിടെ സിറിയയ്ക്ക് തുണയായി എത്തിയത് റഷ്യ ആണെന്ന കാര്യം നമുക്ക് പറയാതെ വയ്യ. സിറിയയിലെ അലപ്പോ നഗരത്തിന്റെ തന്ത്രപ്രധാന മേഖലകൾ വിമതർ പിടിച്ചെടുത്തതോടെ റഷ്യൻ സഹായത്തോടെയാണ് സിറിയയിൽ സൈന്യം തിരിച്ചടിച്ചത്. റഷ്യൻ പിന്തുണയിൽ സിറിയൻ സൈന്യം പ്രത്യാക്രമണം ആരംഭിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ വിമതരുടെ മുന്നേറ്റത്തിൽ സിറിയൻ സേന പേടിച്ചോടിയ ആ ഒരു ഘട്ടത്തിലാണ് റഷ്യ സഹായ ഹസ്തവുമായി എത്തിയത്. റഷ്യയുടെ ശക്തമായ വ്യോമാക്രമണത്തിൽ സിറിയൻ വിമത സേനയ്ക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുമുണ്ട്. വിമതർക്ക് സുപ്രധാന നേതാവിന് തന്നെ നഷ്ടമായിട്ടുമുണ്ട്. അലപ്പോയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ അബു മുഹമ്മദ് അൽ ജലാനി എന്ന തലയ്ക്ക് ലക്ഷങ്ങൾ വിലയിട്ട ഒരു ഭീകരനാണ് കൊല്ലപ്പെട്ടത്. മുന്നേറ്റം നടത്തുന്ന വിമത വിഭാഗമായ ഹയത്ത് തഹ്രീൻ അൽ അഷാം സംഘടനയുടെ നേതാവാണ് ജലാനി എന്ന് പറയുന്നത്. വിമതർ സിറിയൻ ഭരണം കൈയാളുന്ന അവസ്ഥ ഇസ്രയേലിനും ഭീഷണി സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ അസദ് ഭരണകൂടത്തെ നിലനിർത്തേണ്ടത് ഇസ്രയേലിന്റെയും ആവശ്യമാണ്. വിമതരുടെ അൽ ഖൈദ ബന്ധമടക്കം ഇസ്രയേൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടപെടൽ ആവശ്യമായ ഘട്ടത്തിൽ ഇസ്രയേലും കൃത്യമായ ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തിയിരിക്കുമെന്നത് ഉറപ്പാണ്. അലപ്പോയിൽ മുന്നേറിയവർ ഡമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങാനാണ് പദ്ധതിയിട്ടത്. ഈ നീക്കത്തിന് തടയിടാൻ റഷ്യൻ ഇടപെടലിന് സാധിച്ചുവെന്നാണ് കണക്കുകൂട്ടൽ. സിറിയൻ സൈന്യം പ്രതിരോധം തീർക്കാത്തതാണ് പ്രശ്നമായി മാറുന്നത്. ഭീകരരുടെ പിന്തുണയുള്ള വിമതർ വിമാനത്താവളവും തൊട്ടടുത്ത ചില പട്ടണങ്ങളും പിടിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. അയൽ രാജ്യമായ ലെബനനിൽ വെടിനിർത്തൽ കരാറൊക്കെ നിർത്തി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ സിറിയ അരാജകത്വത്തിലേക്ക് നീങ്ങുന്നത് എത്രയൊരു ദുഷ്കരമാണെന്നൊന്ന് ഓർത്തു നോക്കൂ. വിമതർ സായുധരായി ഡമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ നഗരാതിർത്തികളിൽ ചിലയിടങ്ങളിൽ വെടിവെച്ച് കേട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടയിൽ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെതിരെ അട്ടിമറി ശ്രമം നടന്നു എന്ന വാർത്തകളും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. സിറിയൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരരെ നേരിടാൻ അവർ എത്രമാത്രം സജ്ജരാണെന്നത് ആശങ്ക നിലനിർത്തുന്നുണ്ട്. വർഷങ്ങളുടെ തയ്യാറെടുപ്പുകളാണ് ഇതിനായി അവർ നടത്തിയിരിക്കുന്നത് എന്നാണ് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും. ഇങ്ങനെ കാര്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തെ നമുക്ക് തടുക്കാനാവില്ല എന്ന് തന്നെയാണ് യുദ്ധ നിരീക്ഷകർ അടിവരയിട്ടുകൊണ്ട് പറയുന്നത്. കാരണം ഇതെല്ലാം നടക്കുന്നത് ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചാണ്. ഒരിടത്ത് ഇവിടെ ഇസ്രയേൽ ഹമാസ് പോരാട്ടം ശക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇറാനെയും ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വശത്താകട്ടെ റഷ്യ യുക്രൈൻ യുദ്ധം, അതിനൊപ്പം തന്നെ ഉത്തര കൊറിയ, ചൈന എന്നിവർ സംഘടിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഒരു വശത്ത് അമേരിക്കയുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ആരെയും തടുക്കാനാവാത്ത സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതെ, ചില യുദ്ധ നിരീക്ഷകർ അവകാശപ്പെടുന്നത് പോലെ മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാം. അതേസമയം പുതിൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയായ ബാഷർ അൽ അസാദ് റഷ്യയിലേക്ക് കടന്നതായും ചില റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ആഴ്ച ആദ്യം ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമാണ് അസാദ് റഷ്യയിലേക്ക് കടന്നത് എന്നാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പറയുന്നത്. അലപ്പോ കീഴടക്കിയ ഭീകര പിന്തുണയുള്ള വിമതർ ബാഷർ അൽ അസദിന്റെ സഹോദരന്റെ പ്രതിമ തകർക്കുന്ന ദൃശ്യം പുറത്തു വന്നിരുന്നു. അലപ്പോ കോട്ടയ്ക്ക് പുറത്തും നഗരഹൃദയത്തിലുള്ള പോലീസ് ആസ്ഥാനത്തിന് മുൻപിലും വിമതർ കാവൽ നിൽക്കുന്ന ചിത്രങ്ങൾ പോലും പുറത്തു വന്നിരുന്നു. അപ്പോൾ സിറിയയുടെ ഈ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിമതരെ തുരത്താൻ റഷ്യയ്ക്കും സിറിയയ്ക്കും സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.